അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅ്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات. صدق الله العلي العظيم. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലാണ് ഈ ചൂടിൻ്റെ ആധിക്യമൊക്കെ സഹിച്ചുകൊണ്ട് നട്ടുച്ചക്ക് തന്നെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദാറു തൈസീറുൽ ഖുർആൻ എന്ന പേരിൽ നടത്തപ്പെടുന്ന ഒരു ദീനീ സ്ഥാപനം, ഇളം തലമുറ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തെടുക്കപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തപ്പെടുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഒരു വാർഷിക പരിപാടിയാണ്. ഈ കഴിഞ്ഞ ജൂണിലാണ് തുടങ്ങിയത് എന്ന് അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാവുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംവിധാനത്തെ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഈ നാട്ടിൽ പ്രദേശത്ത് കുഞ്ഞുമക്കൾക്ക് വളർന്നു വരുന്ന തലമുറക്ക് ദീനിൻ്റെ വിജ്ഞാനം പകർന്ന് അവരെ ആ ദീനിനെ ഈ സമൂഹത്തിൽ പടർത്തുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉത്തമ പൗരന്മാരായി വളരുകയും ചെയ്യട്ടെ ഇതിൻ്റെ ഫലമായിട്ട് എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, റഹ്മാബി ടീച്ചർ ഈ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളുടെ മക്കളെ കൊണ്ടും അതുപോലെ തന്നെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരുപാട് അനുഭവങ്ങളുമൊക്കെ നിരത്തി വെച്ചുകൊണ്ട് അവരിവിടെ സംസാരിക്കുകയുണ്ടായി. ആ ഒരു വിഷയത്തെ അധികരിച്ച് തന്നെയാണ് ഞാനും ചില കാര്യങ്ങൾ പറയണം എന്ന് ഉദ്ദേശിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം, പിന്നിട്ട വഴികൾ, സംരക്ഷിക്കപ്പെടേണ്ട മൂല്യങ്ങൾ. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കൊക്കെ ധാരണയുണ്ട്. അഥവാ പുരുഷന് തുല്യമാക്കുക സ്ത്രീയെ എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് ഭൗതികമായി അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകളും നൽകുന്ന ഉത്തരം. എന്തുകൊണ്ട് സ്ത്രീയും പുരുഷനും വേറെ വേറെ റിസർവേഷനിലൂടെയും അതുപോലെ വേറെ സദസ്സുകളിലുമൊക്കെ അവർക്ക് സംവിധാനം ഒരുക്കണം എന്നൊരു ചോദ്യം ഇന്ന് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ കലാലയങ്ങളിൽ വരെ യൂണിഫോമിൻ്റെ പേരിൽ തന്നെ ആണിനും പെണ്ണിനും ഒരേപോലുള്ള യൂണിഫോം നടപ്പിലാക്കിയത് കേരളത്തിലൊരു സ്കൂളിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിനെ തുടർന്ന് നമ്മൾ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെ മാത്രമല്ല ഗ്രാമങ്ങളിലൂടെയുമൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെ വേഷം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നേരത്തെ റഹ്മാബി ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ആൺകുട്ടികൾ ധരിക്കുന്നത് പോലുള്ള ഒരു ജീൻസും അതിന് ആൺകുട്ടികൾക്ക് തുല്യമായിട്ടുള്ള ഒരു ടോപ്പും, ഇറക്കമില്ലാത്ത ഒരു ടോപ്പും, മുസ്ലിം പെൺകുട്ടിയാണ് എന്ന് അറിയാൻ വേണ്ടി കഴുത്തിലൂടെയോ തലക്ക് മുകളിലോ ഒരു ചുരുട്ടിയിട്ട ഒരു തുണിക്കഷ്ണവും
ആയിട്ട് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ എന്തുകൊണ്ട് നിനക്ക് ഈ വേഷം എന്തിനാണ്, ആൺകുട്ടികളെപ്പോലെ ഓടാനും ചാടാനും ഒന്നും ഈ ഒരു വേഷം കൊണ്ട് സാധിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളും, അങ്ങനെ തികച്ചും പുരുഷനായി മാറിയാലേ പെണ്ണ് ശാക്തീകരിക്കപ്പെടുകയുള്ളൂ എന്ന ഒരു തെറ്റായ ധാരണ സമൂഹത്തിൽ ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നാൽ എന്താണ് കുഴപ്പം, ആകാശം ഇടിഞ്ഞു വീഴുമോ, അങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ ചോദ്യം. ഞാനും ഒരു മദ്രസയിലെ അധ്യാപികയാണ്. 1 മുതൽ 9ാം ക്ലാസ് വരെയുള്ള ഒരു മദ്രസയിലെ 75ാം വാർഷികം, മദ്രസയുടെ 75ാം വാർഷികം ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഞങ്ങൾ വിപുലമായി ആഘോഷിച്ചത്. അപ്പോൾ ആ മദ്രസയിൽ കുട്ടികൾ ഈ ഒരു ആശയം മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് നന്നായി തോന്നിയിട്ട് ഇതുപോലുള്ള ജീൻസും ടീഷർട്ടുമൊക്കെ ഇട്ട് ചില കുട്ടികൾ മദ്രസയിലേക്ക് വരാറുണ്ട്. റഹ്മാബി ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ അത്തരം മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൻ്റെ പൊള്ളത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റു കുട്ടികൾ എന്താണ് ഇപ്പോൾ സുബൈദ ടീച്ചർ ഇവളോട് ഇത്ര സംസാരിക്കാൻ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഓടി വരും. അപ്പോൾ വിഷയം അവതരിപ്പിക്കുമ്പോൾ മറ്റു കുട്ടികൾ 8ലും 9ലുമൊക്കെ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കാറുണ്ട്, ടീച്ചറെ അതിനെന്താ, ഇങ്ങനെ ധരിക്കുന്നതിന് എന്താ കുഴപ്പം, അവർ ധരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, ഒരു കുട്ടി ധരിച്ച് വരുമ്പോൾ അവർക്കും കൂടി അതിനൊരു സപ്പോർട്ടാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവൾ അവറത്ത് മറിഞ്ഞിട്ടുണ്ടല്ലോ, ഇതിനെന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന ചോദ്യം. അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രദേശത്ത്, തിരൂർക്കാട് പ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു ഇസ്ലാമിക സ്ഥാപനം, ഞാനൊക്കെ തന്നെ പഠിച്ച ഒരു സ്ഥാപനമാണ്. ഇന്ന് സർക്കാരിൻ്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് കുട്ടികൾ ഏത് ഡ്രസ്സ് ധരിച്ചാണോ അതുപോലെ തന്നെ അവരിന്ന് കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്താഗതി, ആ ലിബറൽ ചിന്താഗതി എന്ന് പറയുന്നത് ആൺകുട്ടികളെ കൂടെ ഒന്ന് ഒന്നിച്ചിരുന്നാൽ എന്താ, അവർക്കൊന്ന് കൈ കൊടുത്താൽ എന്താ എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറ. ഇപ്പം സർക്കാരിൻ്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ, ഞങ്ങളൊന്നും പഠിക്കുന്ന കാലഘട്ടത്തിൽ അത്തരം ഒരു സംവിധാനമില്ലാത്തത് കൊണ്ട് അധ്യാപകരും പിന്നെ നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാർ വല്ലാതെ ദീനീ ബോധമുള്ളവരൊക്കെ ആയതുകൊണ്ടും ഇന്ന് ഇത്തരത്തിലുള്ള ചിന്താഗതികളുള്ള കുട്ടികൾ അവർ അവിടെ നടക്കുന്നത് കാണുമ്പോൾ ആ ക്യാമ്പസിനകത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മളെപ്പോലുള്ള ആളുകൾ വല്ലാതെ വേദനിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്നുള്ളത്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ ആസൂത്രിതമായിട്ട് ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ, നമ്മളിവിടെ പറഞ്ഞു തലക്കെട്ടിൻ്റെ അവസാനം സംരക്ഷിക്കപ്പെടേണ്ട മൂല്യങ്ങൾ, അത്തരം മൂല്യങ്ങളെ പറിച്ചറിയാൻ വേണ്ടി ഇത്തരം കലാലയങ്ങളിലാണ് ഇത്തരം ചിന്താഗതികളുള്ള ആളുകൾ ആസൂത്രിതമായിട്ട് പണിയെടുത്തു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ക്ലാസ്സൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവർ 5ഉം 6ഉം മണി വരെ ക്യാമ്പസിനകത്ത് തന്നെ ഇരിക്കുകയും അങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം അവരിങ്ങനെ കളിക്കായിരിക്കും, ബാറ്റ് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു സൈഡിൽ, മറ്റൊരാൺകുട്ടി മറ്റൊരു പെൺകുട്ടി മറ്റ് സൈഡിൽ, അങ്ങനെ അത് പരസ്പരം കൈകൊടുക്കുന്നതിനോ അതുപോലുള്ള ചേഷ്ടകൾ ചെയ്യുന്നതിനോ ഒന്നും ഒരു തടസ്സവുമില്ലാത്ത രീതിയിൽ ഇന്ന് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരവിടെ കലാലയങ്ങളിൽ പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വന്നത്, നമുക്കറിയാം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ അത്തരത്തിൽ അവരുടെ ഇഷ്ടങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുനാഥന്മാരും പറയുന്നവരും ജയിലിൽ പോകേണ്ടുന്നൊരവസ്ഥയാണ് എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ പലരും, അധ്യാപകരൊക്കെ തന്നെ അതൊരു ജോലിയായിട്ട്, ഞങ്ങൾക്ക് ജോലി, ഞങ്ങൾക്ക് ശമ്പളം, വേതനം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ സ്ത്രീ ശാക്തീകരണം എന്ന തലക്കെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സ്ത്രീ ശാക്തീകരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ അർഹമായ രീതിയിൽ വകവെച്ച് കൊടുക്കുകയും ആ വകവെച്ച് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ
അവർ സമൂഹത്തിൽ ഇടപെടുകയും സമൂഹത്തിൽ അവരെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം, ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക. അതാണ് നേരത്തെ റമാബത്ത് ടീച്ചർ പറഞ്ഞു, വിദ്യാഭ്യാസം. പുതിയ തലമുറയെ ഈ കാലഘട്ടത്തിൽ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ വെറും ഖുർആനും സുന്നത്തും മാത്രം പഠിച്ചാൽ മതിയാവില്ല. നമ്മളെ കുട്ടികൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന, ടീച്ചർ പറഞ്ഞല്ലോ, വല്യമ്മയുടെ കൂടെ കടന്നിട്ട് അവരുടെ ഫ്രണ്ട്സിനോട് ആൺകുട്ടികളോടൊക്കെ തന്നെ ചാറ്റ് ചെയ്യുന്ന രീതികൾ വല്യമ്മക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല. അപ്പം അതൊക്കെ മനസ്സിലാകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസവും കഴിവും ആർജിച്ചെടുക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ ഒരു സ്ത്രീക്ക് ആവശ്യമാണ്. അതിലൂടെയാണ് അവൾ ശാക്തീകരിക്കപ്പെടുക. അങ്ങനെ സമൂഹത്തിൽ നന്മയുടെ മൂല്യങ്ങൾ പ്രസരിപ്പിക്കാൻ, തിന്മയുടെ അടിവേരറുക്കാൻ, തിന്മകളുടെ വഴികൾ ഏതൊക്കെയുണ്ടോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തലമുറകൾക്ക് അതിൻ്റെ പൊള്ളത്തരം, ആ കാര്യങ്ങളുടെ വശങ്ങൾ മനസ്സിലായാൽ മാത്രമാണല്ലോ അതിൻ്റെ പൊള്ളത്തരങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതെല്ലാം പഠിക്കുകയും അങ്ങനെ സ്ത്രീ ശാക്തീകരിക്കപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ അവളുടെ ദൗത്യം വിജയകരമായി നിർവഹിക്കാൻ ഒരു പെണ്ണിനെ പ്രാപ്തയാക്കുക എന്നതാണ് സ്ത്രീ ശാക്തീകരണം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ അതാണ് സ്ത്രീ ശാക്തീകരണം. അല്ലാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആൺവേഷം കെട്ടുന്ന പെണ്ണ്, അതുപോലെ പെൺവേഷം കെട്ടുന്ന ആണുങ്ങൾ, അങ്ങനെ ഈ തരത്തിൽ ആണും പെണ്ണും കെട്ട ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയല്ല യഥാർത്ഥത്തിൽ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇന്ന് നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിൻ്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്ന കൂരമ്പുകൾ ഒന്നല്ല രണ്ടല്ല 1000 അപവാദങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇസ്ലാം സ്ത്രീയോട് അനുവർത്തിച്ചിട്ടുള്ള സ്ത്രീയുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്ത്രീയുടെ വേഷവിധാനം, നീ എന്തിനാണ് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത്, മൂടി പൊതഞ്ഞിരിക്കുന്നത്, പുതച്ചിരിക്കുന്നത്, നിനക്കൊരു സ്വാതന്ത്ര്യവും നിന്റെ മതം നൽകുന്നില്ലേ? ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും തോന്നിപ്പോവുകയാണ്, ശരിയാണല്ലോ, എന്താണ് ഇപ്പം ഇതൊന്നും അങ്ങോട്ട് തലയിൽ നിന്നും അങ്ങോട്ട് അഴിച്ചിട്ടാൽ എന്താണ് കുഴപ്പം എന്ന് നമ്മുടെ മക്കളും ചിന്തിച്ചു പോവുകയാണ്. ഇതുപോലെ ഇസ്ലാമിലെ അനന്തരാവകാശം അല്ലേ, ഇന്ന് പുതിയ തലമുറ പെൺകുട്ടികൾ തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, പണ്ട് കാലത്ത് ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ പുരുഷൻ്റെ പകുതി സ്ത്രീക്ക് സ്വത്ത് അനുവദിച്ചു കൊടുത്തതിൻ്റെ കാരണം പെണ്ണിനന്ന് വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. പുരുഷനായിരുന്നു വീട്ടിൻ്റെ എല്ലാ ചെലവുകളും കുടുംബത്തിൻ്റെ ചെലവുകളും സാമ്പത്തികമായ ബാധ്യതയൊക്കെ നിർവഹിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് പുരുഷനേക്കാൾ സമ്പാദിക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾക്കും നല്ല വരുമാനമുണ്ട്. അതുകൊണ്ട് ഇന്ന് അത് തിരുത്തണ്ടേ, ഖുർആനെ തിരുത്തേണ്ടതില്ലേ? പെൺകുട്ടികൾ, വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വിദ്യ അഭ്യസിക്കും തോറും, അതുപോലെ ജോലിയും വരുമാനവും കൂടുന്തോറും പെൺകുട്ടികൾ ഞങ്ങൾ പുരുഷനെപ്പോലെ തന്നെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തെ തകർക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പെൺകുട്ടികളുടെ ചിന്തകൾ മാറിപ്പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അടുത്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഖുർആൻ പഠിപ്പിക്കുന്നതിലുള്ള ഒരു സ്റ്റുഡൻറ്റ് വിളിച്ചിട്ട്, ടീച്ചറെ 25 വയസ്സായി നാളേക്ക് മോൾക്ക്, ഒരു കല്യാണം ഏറെക്കുറെ ഒത്തു വന്നിട്ടുണ്ട്, ഇതുവരെയും അവൾ സമ്മതിച്ചിരുന്നില്ല, ഇപ്പോൾ നാളെ അതിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്, ടീച്ചർ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം, അവളുടെ മനസ്സൊന്ന് മാറിക്കിട്ടാൻ, അവളുടെ മനസ്സൊന്ന് ഇതിന് അനുകൂലമായി കിട്ടാൻ. നേരത്തെ ടീച്ചർ പറയുകയുണ്ടായി, കുട്ടികൾ പരമാവധി വൈകിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ ആവശ്യമുള്ളതുപോലെ, വിശക്കുമ്പോൾ ഭക്ഷണം ആവശ്യമുള്ളതുപോലെ ആവശ്യമുള്ളൊരു സംഗതിയാണ് ഇണയോടൊത്തുള്ള ജീവിതം എന്ന് പറയുന്നത്. അതിനൊരു പ്രായമുണ്ട്. അപ്പം ആ പ്രായത്തിൽ തന്നെ അത് അനുഭവിക്കുമ്പോഴാണ് ആ ജീവിതം, ഇണയുമായുള്ള ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിനും തടയിടുന്ന തരത്തിൽ നമുക്കറിയാം, പെൺകുട്ടികൾക്ക് 18 വയസ്സിന് മുമ്പ് വിവാഹം കഴിപ്പിച്ചാൽ ആ മാതാപിതാക്കൾ ജയിലിനകത്തായിരിക്കും. നമ്മുടെ സർക്കാരിൻ്റെ നിയമമാണ്. ഏതാണെങ്കിലും 18 കഴിഞ്ഞ് പിന്നെയാണ് കുട്ടികൾ ഡിഗ്രിയും അതിനപ്പുറമുള്ള പഠനങ്ങളുമൊക്കെ ആയിട്ട് ഈ
25ഉം 28ഉം വയസ്സായ പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുടുംബമാകുന്ന ഇസ്ലാമിൻ്റെ സംവിധാനം അല്ല, ദൈവത്തിൻ്റെ സംവിധാനമായ ഈ കുടുംബം തകർക്കാൻ പിശാച് തന്നെ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിന് നമ്മുടെ കുട്ടികൾ വരെ അതിൻ്റെ ഭാഗമായി നിന്നു കൊടുക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ പേരമക്കൾ, നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ മറ്റ് ആളുകൾ, അവർക്കൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ ഈ യാഥാർത്ഥ്യ, ഈ തനിമ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ ഇതിൻ്റെ വശങ്ങൾ നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മാസം നടന്ന കുടുംബ ക്യാമ്പയിൻ, തണലാണ് കുടുംബം എന്ന ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ ഒരു സഹോദരി വിളിച്ച് ചോദിക്കുകയാണ്, ടീച്ചറെ ഈ ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മക്കൾ എന്നോട് ചോദിക്കുകയാണ്, ഉമ്മ നിങ്ങൾക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ ഉപ്പാൻ്റെ സമ്മതം വേണമല്ലോ, ഉപ്പ പറയുമ്പോൾ നിങ്ങൾക്കിവിടെ തിരിച്ചു വരണമല്ലോ, പിന്നെ എന്ത് സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്കുള്ളത്? അതുകൊണ്ട് അവർ പറയാണ്, ടീച്ചറെ എൻ്റെ മക്കൾ തമാശയായിട്ടാണെങ്കിലും എന്നോട് പറയാതെ പറയുന്നത് ഇത്തരത്തിലുള്ള അസ്വാതന്ത്ര്യം അവർക്ക് വേണ്ട. അഥവാ ഭർത്താവിനോട് സമ്മതം ചോദിച്ച് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഭർത്താവിനോട് സമ്മതം ചോദിക്കുക, ഭർത്താവ് എപ്പോൾ വരും, ഇന്ന സമയത്ത് വരണം എന്ന് പറയുമ്പോൾ ആ സമയം പാലിക്കുക, ഇതൊക്കെ ഒരു അസ്വാതന്ത്ര്യമായിട്ട്, സ്വാതന്ത്ര്യമില്ലായ്മയായിട്ടാണ് ഇന്ന് നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കളോ എൻ്റെ മാതാപിതാക്കളോ ആരാണെങ്കിലും നീ എവിടെയാണ് പോകുന്നത്, നീ എപ്പോഴാണ് തിരിച്ചു വരിക എന്ന് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത, എൻ്റെ സ്വാതന്ത്ര്യത്തെ തകർക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ, അവരങ്ങനെ ചോദിക്കാതെ ഇറങ്ങിപ്പോകുമ്പോൾ പോവുക, കയറി വരുമ്പോൾ കയറി വരിക എന്നൊരു നിലപാടുള്ളൊരു കുടുംബം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ഞാൻ എനിക്ക് തോന്നിയപ്പോൾ ഇറങ്ങിപ്പോന്നു, ആരെങ്കിലും വന്നിട്ട് സുബൈദ എവിടെ പോയി എന്നെൻ്റെ ഭർത്താവിനോട് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, എപ്പോഴാണ് വരിക, അവൾക്ക് തോന്നുമ്പോൾ വരും, ഇല്ലേ? അപ്പം ഇങ്ങനെ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന, എൻ്റെ വരവ് വൈകിയാൽ വേദനിക്കുന്ന ഒരു കുടുംബം, എൻ്റെ ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ എനിക്കുണ്ട് എന്ന് പറയുമ്പോഴാണല്ലോ ആ കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ നമുക്കൊരു സന്തോഷം ഉണ്ടാകുക. അല്ലെങ്കിൽ എന്നെ കാത്തിരിക്കുന്ന ആരും ഇല്ല അവിടെ, ഓല ഇഷ്ടം പോലെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുകയാണ്, ഞാൻ എന്തിനങ്ങോട്ട് പോകണം എന്നൊരു നിലപാടിലല്ലേ മനുഷ്യൻ എത്തിച്ചേരുക. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് നമ്മളൊക്കെ പ്രയോഗിക്കാറുള്ള ഒരു പ്രയോഗം, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത്, ഇതാണല്ലോ കുടുംബം. ആ ഇമ്പമുണ്ടാകുമ്പോൾ അതിനൊരു ലിമിറ്റ്, അതിനൊരു പരിധി, അതിനൊരു വ്യവസ്ഥ, ഇതൊക്കെയാണല്ലോ എല്ലാറ്റിനും ഉള്ളതുപോലെ കുടുംബത്തിനും അനിവാര്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ അർത്ഥത്തിലുള്ള ഒരു കുടുംബത്തെ നിയന്ത്രിക്കുകയും അത്തരത്തിലൊരു കുടുംബത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്യുക എന്നതാണ് ശാക്തീകരിക്കപ്പെട്ട ഒരു വനിതക്ക്, ഒരു സ്ത്രീക്ക് ചെയ്യാനുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നാഗരികത എന്ന് പറയുന്നത്, ആ സമൂഹം എങ്ങനെയാണ് സ്ത്രീകളോട് അനുവർത്തിക്കുന്നത്, ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു സമൂഹത്തിൻ്റെ നാഗരികത നമ്മൾ അളക്കാൻ സാധിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ 1-2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കേരളത്തിലെ പല കലാലയങ്ങളുടെയും മുമ്പിൽ, എല്ലാറ്റിലും ഇല്ലെങ്കിലും ചിലതിലെങ്കിലും നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചതാണ്, ഒരു നഗ്നയായ സ്ത്രീയുടെയും നഗ്നനായൊരു പുരുഷൻ്റെയും രൂപം വരച്ച് വെച്ചുകൊണ്ട് അതിനൊരു അടിക്കുറിപ്പ് എഴുതിയിരിക്കുകയാണ്. ഇവൾ നിങ്ങൾക്കൊരു ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ മാതാവായിരിക്കാം, മകളായിരിക്കാം, സഹോദരിയായിരിക്കാം, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ത്രീ മാത്രമാണ്, ഞങ്ങൾക്ക് ആസ്വദിക്കാനുള്ള ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രമാണ് ഞങ്ങൾ സ്ത്രീകളെ കാണുന്നത് എന്നല്ലേ പ്രിയമുള്ളവരെ ഈ അടിക്കുറിപ്പ്? അത്തരത്തിൽ സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായിട്ട്, ഒരു ആസ്വാദന ഉപകരണമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെ പുരോഗതി ഉണ്ടാകാനാണ്? അതൊരു നാഗരികതയാണ്, ആ സമൂഹത്തെ പുരോഗതിയിലേക്കാണ് നയിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതേസമയം പെണ്ണിനെ മാതാവായിട്ടും സഹോദരിയായിട്ടും മകളായിട്ടും ഇണയായിട്ടും കാണാൻ കഴിയുന്ന ഒരു സമൂഹം,
അതാണല്ലോ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത സമൂഹം. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പുരുഷൻ പ്രവാചകൻ്റെ അടുത്ത് വന്നുകൊണ്ട് വ്യഭിചാരത്തിന് അനുവാദം തരണം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രവാചകൻ അദ്ദേഹത്തെ മാറ്റിയെടുത്തത് എങ്ങനെയായിരുന്നു? സ്ത്രീയോടുള്ള നിൻ്റെ സമീപനം, നിൻ്റെ ഇണ, നിൻ്റെ ഭാര്യയെ മറ്റൊരാൾ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? നിനക്കൊരു മകളുണ്ടോ, ഉമ്മയുണ്ടോ, സഹോദരിയുണ്ടോ? ഇവരെയൊക്കെ മറ്റുള്ളവരാരെങ്കിലും വ്യഭിചരിക്കുന്നത് നീ നോക്കി നിൽക്കുമോ? നീ ഇഷ്ടപ്പെടുമോ? ഇല്ല എന്ന അദ്ദേഹത്തിൻ്റെ മറുപടിക്ക്, എങ്കിൽ നീ ഈ ദുഷ്കൃത്യത്തിന് ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങൾ മറ്റൊരുവൻ്റെ ഭാര്യയായിരിക്കാം, മറ്റൊരുവൻ്റെ മകളായിരിക്കാം, മാതാവോ ഇണയോ ആയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെക്കുറിച്ച സങ്കല്പം അതേറ്റവും ഉദാത്തമായതാവണം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എന്ന ആ ഒരു ചിന്ത കൗൺസിലിങ്ങിലൂടെ, ആധുനിക കാലഘട്ടത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ്, പ്രവാചകൻ്റെ കൗൺസിലിങ്ങിലൂടെ ആ മനുഷ്യനെ പ്രവാചകൻ മാറ്റിയെടുക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണം. നമ്മൾ സ്ത്രീകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വിദ്യാഭ്യാസപരമായും അവരുടെ മറ്റ് കഴിവുകളിലൂടെയുമൊക്കെ അവർ ശാക്തീകരിക്കപ്പെടുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ മറ്റുള്ളവരും സ്ത്രീയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയുടെ അളവുകോൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എന്ന് പറയുന്ന നമ്മളാണ് ഒരു സമൂഹത്തിൻ്റെ നിർമ്മാതാക്കൾ. സ്ത്രീ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ നിർമ്മാതാവാണ്. കാരണം സമൂഹം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്നതാണ്. അതിൽ പകുതി പുരുഷന്മാരും പകുതി സ്ത്രീകളുമാണെങ്കിൽ പകുതി വരുന്ന ഈ പുരുഷ വിഭാഗത്തെ പ്രസവിച്ച് സ്ത്രീകളുടെ മടിത്തട്ടിലൂടെയാണ്, അവർ സംസ്കാരം കൊടുത്തുകൊണ്ടാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ തന്നെയാണ് ശാക്തീകരിക്കപ്പെടേണ്ടത് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് ശാക്തീകരിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിട്ട വഴികൾ എന്താണ് എന്നതിന് റഹ്മാബി ടീച്ചർ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. നമ്മൾ അവിടെ പരിശോധിക്കേണ്ടത് മനുഷ്യൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബം എന്നതൊരു ദൈവിക സംവിധാനമാണെന്ന് നമ്മൾ പറഞ്ഞു. രാഷ്ട്രം, അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ വിഭജനം, ഇതെല്ലാം മനുഷ്യൻ്റെ പുരോഗതി, സാമ്പത്തികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും ഒക്കെ ആയിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയാണ് ഇങ്ങനെ രാജ്യങ്ങൾ വിവിധ ഭാഗങ്ങളായിട്ടൊക്കെ വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ തന്നെ രാജ്യം, ഇന്ത്യ രാജ്യം, വിവിധ സംസ്ഥാനങ്ങൾ, ജില്ലകൾ, ബ്ലോക്കുകൾ, പഞ്ചായത്തുകൾ, വാർഡുകൾ, ഇങ്ങനെ വിഭജിച്ചുകൊണ്ട് ആ ഏറ്റവും ചെറിയ വാർഡ്, അതിനൊരു നേതൃത്വം, ആ വാർഡിൽ എത്ര ആളുകളാണുള്ളത്, എത്ര കുടുംബങ്ങളാണുള്ളത്, അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട്, ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് സർക്കാരിൻ്റെ സഹായങ്ങൾ നൽകിക്കൊണ്ട് ആ കുടുംബങ്ങളെയും വാർഡിനെയും രാജ്യത്തെയും പുരോഗതിയിലേക്ക് നയിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ലക്ഷ്യം നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. എന്നാൽ അത് മനുഷ്യൻ്റെ പ്രവർത്തന ഫലമാണ്, മനുഷ്യൻ ചെയ്തു വെച്ചതാണെങ്കിൽ. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി മനുഷ്യൻ്റെ തന്നെ സൃഷ്ടാവ് ചെയ്തു വെച്ച സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കുടുംബം തകരുക എന്നത് ദൈവിക നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് പൈശാചികമായിട്ടുള്ള പ്രവർത്തന ഫലമായിട്ടാണ് കുടുംബം തകരുന്നത്. നമുക്കറിയാം, പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് കുടുംബം തകർക്കലാണ്. ആദം നബി അലൈഹിസ്സലാം ഹവ്വയും സ്വർഗത്തിൽ പ്രവേശിച്ചു. ആ സ്വർഗത്തിൽ നിന്ന് ആദമിനെയും ഹവ്വയെയും ഭൂമിയിലേക്ക് ഇറക്കി വിടാൻ കാരണക്കാരൻ പിശാചായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഈ മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ ശാക്തീകരണത്തിന് അതിൽ വനിതകൾ വഹിച്ച പങ്ക് എന്താണ്, അത്തരത്തിലുള്ള വനിതകളുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലൊക്കെയുള്ള വനിതകളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത്തരം വനിതകളെക്കുറിച്ച് പറയുന്നത് ഇച്ഛാശക്തിയുള്ള സ്വതന്ത്ര വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരുന്നു ആ വനിതകൾ എന്നാണ്. അവരേതെങ്കിലും പുരുഷൻ്റെ, ഭർത്താവിൻ്റെയോ പിതാവിൻ്റെയോ ആൺമക്കളുടെയോ ഒന്നും കീഴിൽ അവർ പറയുന്നത് എന്താണോ അത് അപ്പടി സ്വീകരിച്ചുകൊണ്ട് നിലപാടെടുക്കുന്നവരായിരുന്നില്ല അത്തരം വനിതകൾ. മറിച്ച് അവർ മനസ്സിലാക്കിയ സത്യം അത് അവരുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്
അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തുകൊണ്ട് തങ്ങളെ ഏൽപ്പിച്ച തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഇച്ഛാശക്തിയുള്ള സ്വതന്ത്ര വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരുന്നു. ഖുർആൻ പറയുന്ന വനിതകളെയും നേരത്തെ റഹ്മാബി ടീച്ചർ സൂചിപ്പിക്കുകയുണ്ടായി. ബി അമ്മാൻ എന്ന് പറയുന്ന അലി സഹോദരന്മാരുടെ മാതാവ് അല്ലേ, ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ച് 2 മക്കൾ, ആ മക്കൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വിദേശത്തൊക്കെ പോയി പഠിച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പടപൊരുതി അവരെ ജയിലിലടക്കുകയുണ്ടായി. വാർദ്ധക്യത്തിലെത്തിയ മാതാവ് ജയിലിൽ കിടക്കുന്ന മക്കളെ കാണാൻ വേണ്ടി വണ്ടി കയറി പോവുകയാണ്. അവിടെ എത്തിയിട്ട് മാതാവ് അറിയുകയാണ്, ബ്രിട്ടീഷുകാരോട് മാപ്പ് ചോദിച്ചാൽ തൻ്റെ മക്കളെ ജയിലിൽ നിന്ന് മോചിതരാക്കും. നോർത്തു നോക്കൂ, നമ്മൾ സ്ത്രീകളായ നമ്മളുടെ മക്കൾക്ക് അത്തരമൊരു അവസ്ഥയാണെങ്കിൽ എൻ്റെ മകൻ, എൻ്റെ മക്കൾ ജയിലിൽ നിന്ന് മോചിക്കപ്പെടാൻ ഒരു മാപ്പപേക്ഷ എഴുതി കൊടുത്താൽ മതി എന്ന് മനസ്സിലാക്കിയാൽ എന്തായിരിക്കും ആ മാതാവ് പറയുക? ആ മാതാവ് പറഞ്ഞു, മക്കളെ, അശ്വദൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ചൂണ്ടുന്ന ഈ വിരലുണ്ടല്ലോ, ഏകദൈവത്വത്തെ അംഗീകരിക്കുന്ന ഈ വിരൽ, അത് അനീതിക്കെതിരെ കൂട്ടുനിൽക്കാൻ അല്ലെങ്കിൽ അനീതിക്ക് വേണ്ടി അനീതി ചെയ്യുന്നവരോട് മാപ്പ് ചോദിക്കാൻ ആ വിരൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു മാപ്പപേക്ഷയും എഴുതാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഇതാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. താൻ മനസ്സിലാക്കിയ തൻ്റെ സൃഷ്ടാവിൻ്റെ നിയമങ്ങൾ, തൻ്റെ സൃഷ്ടാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിനെതിരെ എന്ത് പ്രലോഭനങ്ങളും ഉണ്ടായാലും വഴങ്ങുകയില്ല എന്ന ഉറച്ച തീരുമാനം, ഇച്ഛാശക്തിയാണ്. ഇതാണ് വനിതകളുടെ ചരിത്രം. വിശുദ്ധ ഖുർആനിലെ വനിതകളും ഇത് തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ കാലഘട്ടത്തിൽ ഹാജറ എന്ന് പറയുന്ന മഹതി, ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. കൈക്കുഞ്ഞായ തൻ്റെ പൊന്നുമകനെയും കൊണ്ട് ആരോരുമില്ലാത്ത മക്ക മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ എന്താണ് അവർ പറഞ്ഞത്? ഇത് സൃഷ്ടാവിൻ്റെ കൽപ്പനയാണെങ്കിൽ താങ്കൾ സമാധാനത്തോടു കൂടി പോയിക്കോളൂ, ആ സൃഷ്ടാവ് ഞങ്ങളെ കഷ്ടപ്പെടുത്തുകയില്ല. നോക്കൂ, നിങ്ങൾ ആരോരുമില്ലാത്ത ഒരു പ്രദേശത്ത് ഭക്ഷണത്തിന് വകയില്ല, താമസത്തിന് വകുപ്പില്ല, അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഭർത്താവിനോട് പോകാൻ പറയുക, അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ അവൻ ഞങ്ങളെ നോക്കിക്കൊള്ളും. ആ മാതാവ് വളർത്തിയെടുത്ത മകൻ ഓടിച്ചാടി അധ്വാനിക്കാൻ പ്രായമായപ്പോൾ പിതാവ് വന്നുകൊണ്ട് പറയാണ്, പൊന്നുമോനെ, നിന്റെ കഴുത്തറുക്കാൻ പടച്ചവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആ മകൻ എന്താ പറഞ്ഞത്? പൊന്നുപ്പ, അതിനെനിക്ക് ആലോചിക്കാനൊന്നുമില്ല, അള്ള എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്തു കൊള്ളുക. അപ്പം ആ വിശ്വാസമുള്ള റബ്ബിൻ്റെ കൽപ്പന അനുസരിച്ചാൽ റബ്ബ് കൂടെയുണ്ടാകും എന്ന ബോധത്തോടുകൂടി ആ വിദ്യ അഭ്യസിപ്പിച്ച് വളർത്തിയെടുത്ത പൊന്നുമോൻ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, നമ്മളൊക്കെ ഹാജറമാരായാൽ നമ്മുടെ മക്കൾ ഇസ്മായിലുകളാകും. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഇന്ന് നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ പേരമക്കളെക്കുറിച്ച് ആദിയാണ്. മക്കൾ ഈ മൊബൈലിൻ്റെയും ആധുനിക ചിന്താഗതിയുടെയും പിന്നാലെ പോയി അവരിന്ന് നാടിനും വീടിനും കൊള്ളാത്തവരായി മാറുമോ, എന്താണ് അതിനൊരു പ്രതിവിധി എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിൻ്റെ ഒറ്റമൂലിയാണ് ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ഇബ്രാഹീമിൻ്റെ ഭാര്യമാർ അഥവാ ഹാജറമാരായാൽ നമ്മുടെ മക്കൾ ഇസ്മായിലുകളായി മാറും എന്നാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഫിറഔനിൻ്റെ ഭാര്യ അല്ലെ, ഫിറൗൻ ആരായിരുന്നു? ആ കാലഘട്ടത്തിലൊരു ഭരണാധികാരിയായിരുന്നു. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള കൊട്ടാരത്തിൽ വസിക്കുന്ന തൻ്റെ ഫിറൗനിൻ്റെ ഭാര്യ. അവരെന്താ പറഞ്ഞത്? നേരത്തെ ഇവിടെ നമ്മൾ കേട്ടു, റബ്ബി ബിനിലി ഇൻദക ബൈത്തം ഫിൽ ജന്ന. ആ പ്രാർത്ഥന ഫിറൗനിൻ്റെ കിങ്കരന്മാരുടെ ആ കുത്തേറ്റ് കുന്തം അങ്ങ് കുത്തിയിട്ട് ഒരു ഭാഗത്താണ് കുത്തിയിട്ട് മറുഭാഗത്തേക്ക് അങ്ങോട്ട് തുളഞ്ഞിട്ട് വേദന കൊണ്ട് പെടയുന്ന ആ സന്ദർഭത്തിലാണത്രേ ആസിയ ബീവി പ്രാർത്ഥന ചൊല്ലുന്നത്. ആ സമയത്ത് അവരിങ്ങനെ മുകളിലേക്ക് നോക്കുകയാണ്. കുത്തേറ്റ് വീണ് കിടക്കുമ്പോൾ മുകളിൽ നോക്കുമ്പോൾ ഇങ്ങനെ അവർ കാണുകയാണ് അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സ്വർഗത്തിലൊരു ഭവനം അള്ളാഹു ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർ ചിരിക്കുകയാണ് അവർ. അപ്പോഴാണ് ഫിറോൻ പറയുന്നത്, ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഇവക്ക് ഭ്രാന്താണ്,
ഇപ്പം കണ്ടില്ലേ, ഇത്രമാത്രം കുത്തുകിട്ടിയിട്ടും വേദന സഹിക്കുന്ന സമയത്തും അവൾ ചിരിക്കുകയാണല്ലോ. എന്താ സംഭവം? നമ്മൾ മനസ്സിലാക്കിയ സത്യം, ആ മാർഗത്തിൽ എന്ത് പ്രയാസങ്ങൾ അനുഭവിച്ചാലും വേദനയില്ല. കാരണം ആത്മാവിന് എല്ലാ സുഖ സൗകര്യങ്ങളും അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ പറയുന്നു. പക്ഷേ ഇന്ന് ഗസയിലെ സഹോദരിമാർ, പ്രിയമുള്ളവരെ, അത് അനുഭവിക്കുകയാണ്. അതവരനുഭവിക്കുകയാണ്. അവരിന്നും ജീവിച്ച് കാണിച്ചു തരികയാണ്. എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈമാനിക കരുത്താണ്, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസമാണ്. ഈ ശരീരം, ഈ ജീവിതം, ഈ ഭൗതിക സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ദുനിയാവിലുള്ളത് മാത്രമാണ്. നാളെ പരലോകത്തിലാണ് ഞങ്ങൾക്ക് സുഖം അനുഭവിക്കാനുള്ളത്. അതുകൊണ്ട് ഇവിടെ നഷ്ടപ്പെടുന്നതൊന്നും ഞങ്ങൾക്ക് നഷ്ടമല്ല. അവർ തെളിയിക്കുകയാണ് സ്ത്രീ ശാക്തീകരണത്തിലൂടെ. ആ വനിതകളാണല്ലോ ഇവിടെ നേരത്തെ പറഞ്ഞു. ആ ഹമാസിൻ്റെ സൈനികർ എന്ന് പറയുന്നത് 75% ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുള്ള ആളുകളാണ് എന്ന് നമുക്കിന്ന് അവിടുന്ന് വരുന്ന വാർത്തകൾ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ ശക്തി, ആ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ ജീവിതം എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വഴി അന്വേഷിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മാർഗദർശനമാണ് എന്നാണ് പറയാനുള്ളത്. ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് മഹതികൾ, മൂസാ നബിയുടെ മാതാവ്, മൂസാ നബിയുടെ സഹോദരി അല്ലേ, മൂസാ നബീൻ്റെ നേരത്തെ പറഞ്ഞ ഫിറൗൻ, അന്നത്തെ മുസ്ലിം സമൂഹമായ ഇസ്രായേല്യരിലെ ആൺകുട്ടികളെ അറുകൊല ചെയ്യാനുള്ള ഉത്തരവിട്ടതിന് ശേഷം മൂസാ അലൈഹിസ്സലാം ജനിക്കുകയാണ്. ഉമ്മാക്ക് ആദിയാണ്. രാജാവിൻ്റെ കിങ്കരന്മാർ പിടികൂടി എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയാൽ എന്താണ് സംഭവിക്കുക? ഉമ്മി മൂസ, അള്ളാഹു പറയാണ്, മൂസാൻ്റെ ഉമ്മാക്ക് നാം വഹയ്യ് നൽകി. ആർക്കാ വഹയ്യ് നൽകല്? പ്രവാചകന്മാർക്കാണല്ലോ. പക്ഷേ ഇവിടെ ഒരു വനിതക്ക് വഹയ്യ് നൽകി. എന്തിനാ വഹയ്യ് നൽകിയത്? ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതാണെങ്കിലും ആ വഹയ്യിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉമ്മ തൻ്റെ കുഞ്ഞിൻ്റെ രക്ഷക്കുള്ള നിലപാടെടുക്കുകയാണ്. എന്താ നിലപാട്? കുഞ്ഞിനെ കുറിച്ച് നിനക്ക് ആശങ്ക ഉണ്ടെങ്കിൽ നല്ലോണം പാലൊക്കെ കൊടുത്ത് വയറ് നിറച്ചിട്ട് ഒരു കൊട്ടയിൽ വെച്ചിട്ട് ആ നദിയിലേക്ക് അങ്ങോട്ട് ഒഴുക്കിക്കോ. എന്ത് വഹയ്യാണെങ്കിലും നമ്മൾ തയ്യാറാവുമോ? എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഓടി ഒളിക്കാനൊന്നും സ്ഥലമല്ല. ഫിറൗനിൻ്റെ അധികാരത്തിലാണ് എല്ലാം. ആ മാതാവ് അതിന് തയ്യാറാവുകയാണ്. എന്താണ് ചിന്ത? ഇതെൻ്റെ റബ്ബിൻ്റെ കൽപ്പനയാണ്, റബ്ബ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരും. അങ്ങനെ നദിയിലൊഴുക്കി വളരെ തന്ത്രപൂർവ്വം ആ മാതാവ് പണിയെടുക്കുകയാണ്. തന്ത്രപൂർവ്വം പണിയെടുക്കുന്ന ഒരു സഹോദരി, അതും ഒരു പെണ്ണാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഉദാഹരണമായിട്ട് ആളുകൾ ഇങ്ങനെ നോക്കിയാൽ ഈ പെട്ടിയിൽ ഒഴുകുന്ന, അല്ലെങ്കിൽ ആ പെട്ടിയെ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നതാണ് എന്ന ആളുകൾക്ക് തോന്നരുത്. ആ നിലക്ക് ആ സഹോദരി ആ കുഞ്ഞിനെയും നിരീക്ഷിച്ചുകൊണ്ട് നദിക്കരയിലൂടെ നടന്നു പോവുകയാണ്. ചരിത്രമൊക്കെ നമുക്കറിയാം. ഫിറൗൻ്റെ കൊട്ടാരത്തിൽ ആ കുഞ്ഞ് പിടിക്കപ്പെട്ടു. കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുവന്നു. പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിൽ നല്ല ഓമനത്വമുള്ളൊരു കുഞ്ഞ്. ഫിറൗനിൻ്റെ ഭാര്യയ്ക്ക് ആ കുഞ്ഞിനെ കൊല്ലാൻ മനസ്സ് വരുന്നില്ല. അങ്ങനെ ഫിറൗനോട് പറയാണ്, അവനെ നമുക്ക് കൊല്ലരുത്, അവനെ നമുക്ക് വളർത്താം, ഒരു നല്ല കുഞ്ഞാക്കിയിട്ട് നമ്മൾ വളർത്തിയാൽ നമുക്കെതിരിൽ. അതിനാണല്ലോ ഇസ്രായേലി മക്കൾ ആൺകുട്ടികളെ കൊല്ലുന്നത്. അതിനാണ് ഫിറൗനെതിരെ തിരിയുമോ എന്ന് ഭയന്ന്. അപ്പം നമ്മൾ വളർത്തിയാൽ, നമ്മുടെ കുഞ്ഞായി വളർന്നാൽ നമുക്കെതിരെ തിരിയൂല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ കുഞ്ഞിന് പാല് കൊടുക്കണം. പൈതലാണല്ലോ. പാലൂട്ടുന്ന സ്ത്രീകളൊക്കെ വിളിച്ചു. പക്ഷെ ഒരു ഒരു ഉമ്മയുടെ പാലും ആ കുഞ്ഞ് സ്വീകരിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ സഹായം വരുന്ന വഴികളാണ്. അപ്പോഴാണ് സഹോദരി കയറി വന്നിട്ട് പറയുന്നത്, ഒരു വീട്ടുകാരെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഉമ്മാൻ്റെ അടുത്തേക്ക് ഈ കുഞ്ഞ് എത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ സത്യം അതനുസരിച്ച് പ്രവർത്തിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹുവിൻ്റെ വാഗ്ദാനം എനിക്കുണ്ടാവും. അങ്ങനെ ഓരോ ചരിത്ര സംഭവങ്ങളിലും പിന്നിട്ട വനിതകളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയമുള്ള സഹോദരിമാരെ, ഇവിടെയൊക്കെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട മൂല്യങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട്. ആ മൂസാ അലൈഹിസ്സലാം വളർന്ന് വലുതായി ഒരു കോപ്റ്റിക് വംശജനെ കൊല ചെയ്യേണ്ടി വന്ന സംഭവം. അങ്ങനെ നാട് വിട്ടു പോവുകയാണ്. നാട് വിട്ടിട്ട് ഒരാഴ്ച കാൽനടയായി നടന്ന് എത്തിപ്പെട്ടു ഒരു പ്രദേശത്ത്. അവിടെ നോക്കുമ്പോൾ
കുറേ ആളുകൾ ഇങ്ങനെ ആടുകളെ മേയ്ക്കുകയാണ്. ആടുകളെ മേய்ച്ചിട്ട് വൈകുന്നേരമായിട്ടുണ്ട്. ആ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആടുകളെ കലപില തിരക്കുകളുണ്ട്. അതിന് അടുത്തുണ്ട് ഒരു സൈഡിലായിട്ട് 2 പെൺകുട്ടികൾ ഇങ്ങനെ മാറി നിൽക്കുക. അവർ ആടുകളെ തടുത്ത് നിർത്തിക്കൊണ്ട് മാറി നിൽക്കുകയാണ്. അപ്പം മൂസ അലൈഹിസ്സലാം വല്ലാത്ത ക്ഷീണിതനാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചവരെ നീ ഇപ്പം എനിക്ക് എന്ത് സഹായം ഇറക്കി തന്നാലും ഞാനതിന് ആവശ്യമുള്ളവനാണ്, നിന്റെ സഹായം എനിക്ക് നീ നൽകണമേ. അങ്ങനെയാണ് ഈ പെൺകുട്ടികളെ കണ്ട് അവരോട് ചോദിക്കുകയാണ്, എന്തേ നിങ്ങളിങ്ങനെ മാറി നിൽക്കുന്നത് എന്താണ്? അപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഞങ്ങളുടെ വീട്ടിൽ, കാരണം അന്നത്തെ ഉപജീവന മാർഗം എന്ന് പറയുന്നതാണ് ഈ ആടുകളെ മേച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിക്കാനുള്ള വഴി. അപ്പം ഞങ്ങളുടെ പിതാവ് വയസ്സനാണ്, പിതാവിന് ഇതിനൊന്നും പോരാൻ കഴിയൂല, അതുകൊണ്ട് ഞങ്ങൾ പോന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ ആണുങ്ങളൊക്കെ പിരിഞ്ഞു പോയതിന് ശേഷം വേണം ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. മൂസ അലൈഹിസ്സലാം അവരെ സഹായിക്കുകയാണ്. അങ്ങനെ സഹായം ഒക്കെ കൊടുത്ത് അവർ നേരത്തെ പോകുന്നതിലും മുന്നേ ആയിട്ട് അവർ വീട്ടിലേക്ക് പോയി. തിരിച്ചു ചെന്നപ്പോൾ സ്വാഭാവികമായും പിതാവ് ചോദിക്കുമല്ലോ, എന്തേ മക്കളെ എന്ന് നേരത്തെ പോന്നത്? അവർ കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പിതാവ് ഒരു മകളെ തിരിച്ചയക്കുകയാണ്, മോളെ നീ അയാളൊന്ന് വിളിച്ചു കൊണ്ടുവാ. അങ്ങനെ ആ പെൺകുട്ടി വന്നു. തംഷി അലസ്തഹിയായിൻ, ലജ്ജയോടുകൂടിയാണ് അവൾ വന്നത്. അങ്ങനെ ആ ചരിത്രം പറയുന്നത് ആ പെൺകുട്ടി പിന്നിലായിട്ടാണ് നടക്കുന്നത്, മൂസാ നബി മുന്നിലും. അങ്ങനെ ചെന്ന് പിതാവിനായിട്ട് സംസാരിച്ചു. നീ ആക്രമിയുടെ ഭരണാധികാരിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മകളെ കല്യാണം കഴിച്ചു കൊടുക്കാനും ആട് മേക്കാനൊരു ജോലിയും ഒക്കെ ഏൽപ്പിച്ച ആ സംഭവം പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുകയാണ്. ഈ മോള് പറഞ്ഞു, പിതാവെ താങ്കൾ കൂലിക്ക് നിർത്തിയ ഈ വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം നല്ല കവിയാണ്, അമീനാണ്. ഇന്ന ഖൈറ മനിസ്തജർത്തൽ കവിയുൽ അമീൻ, താങ്കൾ കൂലിക്ക് നിർത്തിയ ഈ വ്യക്തി അദ്ദേഹം നല്ല ശക്തവാനാണ്, വിശ്വസ്തനുമാണ്. എങ്ങനെയാണ് ആ പെൺകുട്ടിക്ക് തിരിഞ്ഞത്? ഇന്നും നമ്മുടെ പെൺമക്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോലി ആവശ്യാർത്ഥം, പഠനമാവശ്യാർത്ഥം സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ സ്ത്രീകൾക്ക് ആവശ്യമെങ്കിൽ ജോലി നേടാനും അതുപോലെ വിദ്യാഭ്യാസത്തിനും സാമൂഹിക പ്രവർത്തനങ്ങൾക്കും ഒക്കെ പുറത്തു പോകാൻ അനുവാദമുണ്ട് എന്ന് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പക്ഷേ പുരുഷന്മാരുമായിട്ട് ഇടകലരാതെ ആ ആടുകളെ ഞങ്ങൾക്ക് വൈകുന്നേരം ആണെങ്കിലും മുമ്പ് വീട്ടിലെത്തണ്ടേ, അപ്പോൾ അതുകൊണ്ട് തിരക്കിയിട്ട് നമ്മളൊക്കെയാണ് ഒരു ബസ് കയറുകയാണെങ്കിൽ വരെ ആണുങ്ങളൊക്കെ കയറി കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തുക്കുവോ? ഇല്ലല്ലോ, നമ്മൾ തിരക്കിയിട്ട് അങ്ങോട്ട് കയറലാണ്. പ്രിയമുള്ളവരെ, സംരക്ഷിക്കപ്പെടേണ്ട മൂല്യങ്ങൾ സമൂഹത്തിൽ സ്ത്രീകൾ ഇറങ്ങുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടുന്ന, സംരക്ഷിക്കപ്പെടേണ്ടുന്ന മൂല്യങ്ങൾ നമ്മൾ പാലിക്കുകയും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട വിശുദ്ധ ഖുർആനിലെ ചരിത്ര സംഭവങ്ങൾ. മൂസ അലൈഹിസ്സലാം മുന്നിൽ നടന്നു, ഒരു യുവതിയായ ഒരു പെൺകുട്ടി പിന്നിലുണ്ട്. ഇന്നെങ്ങനെയായിരിക്കും ഒറ്റക്കൊരാണും പെണ്ണും കൂടി പോകുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ട ഇപ്പം നമ്മുടെ ക്യാമ്പസുകളിൽ, കലാലയങ്ങളിലെ ഒക്കെ അവസ്ഥ. എന്നാൽ മൂസാ നബി ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. ഇത് മനസ്സിലാക്കിയിട്ടാണ് ആ പെൺകുട്ടി ഉപ്പയോട് പറയുന്നത്, ഉപ്പ നിങ്ങൾ കൂലിക്ക് നിർത്തിയ ഈ യുവാവുണ്ടല്ലോ, ഇദ്ദേഹം വിശ്വസ്തനാണ് കേട്ടോ. പെൺകുട്ടികളുടെ കാര്യത്തിലൊന്നും ഒരു പേടിയും വേണ്ട, അദ്ദേഹം വിശ്വസ്തനാണ്. അപ്പം ഈ അർത്ഥത്തിൽ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇടപെടുകയും സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് വിവരിച്ചു തരുന്നു എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അതേപോലെ മറിയം ബീവിയുടെ അടുത്ത് മലക്ക് വന്ന സന്ദർഭത്തിൽ മറിയം ബീവി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നീ ഒരു മുത്തഖിയാണെങ്കിൽ, തഖ്വയുള്ളവനാണെങ്കിൽ നിൻ്റെ ഷർറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുകയാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണത്. അന്യപുരുഷന്മാരുമായിട്ട് പൊതുസമൂഹത്തിലെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ജോലിക്ക് പോകുന്നിടത്താണെങ്കിലും അവർ ഇടപെടുമ്പോൾ അന്യപുരുഷന്മാരുടെ സാമീപ്യമുണ്ടാകുമ്പോൾ അവർ രക്ഷപ്പെടാനുള്ളത് മാനസികമായിട്ട് അവരിലുണ്ടാകണം. കേവല നാവ് കൊണ്ടുള്ള ഉരുവിടൽ മാത്രമല്ല, മാനസികമായിട്ട് അവർ തയ്യാറാകേണ്ടതിൻ്റെ നിർദ്ദേശമാണ് വിശുദ്ധ ഖുർആൻ മറിയം ബീവിയുടെ ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയമുള്ളവരെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ്റെയും സഹാബാക്കളുടെയും കാലഘട്ടം എന്ന് പറയുന്നത് വനിതകളെ മാറ്റി നിർത്തിയിട്ട് ഒരു പൊതുമേഖല പോലും അന്നുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ
ഖദീജ ബീവിയുടെയും അതുപോലെ തന്നെ പ്രവാചകൻ്റെ പത്നിമാരുടെയും ഒക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയി കിട്ടിയാൽ അത് പുരുഷന്മാരെ പഠിപ്പിക്കും. പിറ്റേ ദിവസം തൊട്ട് ഉടനെ സ്ത്രീകളെ വിളിച്ചു കൂട്ടിയിട്ടും പ്രവാചകൻ ആ പുതുതായി ഇറങ്ങിയ വഹയി പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം നൽകുന്നതിൽ, വനിതകളെ വിദ്യ അഭ്യസിക്കുന്നതിൽ, അല്ലെങ്കിൽ വഹയിലൂടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പഠിപ്പിക്കുന്നതിൽ പ്രവാചകൻ കാണിച്ചിരുന്ന ശുഷ്കാന്തി നമുക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഹജ്ജിന് വരുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് അവർ ഒരുമിച്ച് കൂട്ടിയിട്ട് ദീനിൻ്റെ നിയമങ്ങൾ അവർ ക്ലാസ് എടുത്തു കൊടുത്തിരുന്നു എന്ന് പറയുന്നത്. ഫാത്തിമ ബിന്തു ഖൈസ് എന്ന് പറയുന്ന ഒരു മഹദി, അവരിൽ നിന്ന് ഇമാം ഷാഫി വരെ പാണ്ഡിത്യം നേടിയിട്ടുണ്ട്, അറിവ് നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വനിതകൾക്ക് ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ വിദ്യ അഭ്യസിക്കുന്നതിനും അതുപോലെ തന്നെ വിദ്യ പഠിപ്പിച്ചു കൊടുക്കുന്നതിനും യുദ്ധരംഗങ്ങളിൽ വരെ, നേരത്തെ നമ്മൾ ഉമ്മു അമ്മാറയുടെ ചരിത്രമൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ചരിത്രത്തിൽ നിലവിലുണ്ടായിരിക്കെ ഇന്ന് ഘോരഘോരം നമ്മുടെ മുസ്ലിയാക്കന്മാർ വഅള് പറയും. ഉമ്മു അമ്മാറയും അസ്മാ ബിൻത്ത് അംറുമൊക്കെ യുദ്ധം ചെയ്തതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഥാപ്രസംഗങ്ങളും വഅള് പരമ്പരകളും നടത്തും. പക്ഷേ പെണ്ണിന് പള്ളിയിൽ കയറാൻ പാടില്ല, പെണ്ണിന് വിദ്യ അഭ്യസിക്കാൻ പാടില്ല, ഖുർആൻ പഠിക്കാൻ പാടില്ല. എവിടെയാണ് വിശുദ്ധ ഖുർആനും വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന ഈ സമൂഹവും ഇന്ന് വേറിട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനിൻ്റെ നിർദ്ദേശമനുസരിച്ച്, ദൈവിക നിർദ്ദേശങ്ങളനുസരിച്ച് ശാക്തീകരിക്കപ്പെട്ട വനിതകൾ, അതത് കാലങ്ങളിൽ അവർ സംരക്ഷിച്ചിരുന്ന മൂല്യങ്ങൾ, സമൂഹത്തിൽ ഇടപെടുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന മര്യാദകൾ. പ്രവാചകൻ പറഞ്ഞു, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ സ്ത്രീകൾ മതിൽ ചേർന്നുകൊണ്ട്, ഓരോ വഴിയുടെ ഓരം ചേർന്നുകൊണ്ട് പോകണം. അന്യപുരുഷന്മാരുമായിട്ട് നിങ്ങൾ ഇടകലരാൻ പാടില്ല, മിംഗ്ലിങ് പാടില്ല. അപ്പം ഈ തരത്തിലുള്ള മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുക എന്നതാണ് നമ്മൾ സ്ത്രീകൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് ഈ ചരിത്ര സംഭവങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത്. പ്രിയമുള്ള സഹോദരിമാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിനെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും ആക്ഷേപത്തിൻ്റെതായ അമ്പുകളും നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. അല്ലെ, ഇസ്ലാമിലെ സക്കാത്ത് സംഘടിതമായി വിതരണം ചെയ്യേണ്ടതിനെക്കുറിച്ച് ഇപ്പോൾ നിലനിൽക്കുന്ന ചർച്ചകൾ നമ്മളൊക്കെ കാണുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്ത്രീകളുടെ സാമൂഹിക പങ്കാളിത്തം എന്നും ചർച്ചാ വിഷയമാണ്. ഇത്തരം ചർച്ചകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഖുർആനിൻ്റെയും അതുപോലെ തന്നെ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സമൂഹത്തിൽ സാധ്യമാകുന്ന രീതിയിൽ ഇസ്ലാമിൻ്റെ പ്രചാരകരായി മാറണം, അതിനുവേണ്ടി അറിവ് നേടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇസ്തിഅ്ലാ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉന്നതി നമ്മിലൂടെ സാധിച്ചെടുക്കാനുള്ള അറിവും കഴിവും സൗകര്യങ്ങളും ഒക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനാവശ്യമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും മുന്നോട്ട് പോകണം. നമ്മുടെ മക്കളെയും അതിന് പാകപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉന്നതിയിലൂടെ നാളെ പരലോകത്തിലെ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് പണിയെടുക്കാൻ നമുക്ക് കഴിയണം. നാഥൻ നമുക്ക് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ അർഹംനാ ബിൽ ഖുർആൻ വജഅൽഹു ലനാ ഇമാമൻ വനൂറൻ വഹുദൻ വറഹ്മതൻ. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وأطراف النهار واجعله حجة لنا يا رب العالمين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. صلى الله على محمد وعلى آله وصحبه أجمعين. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.